പച്ചമാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം നല്ല മാങ്ങ സീസണാണ്. അപ്പോൾ പച്ചമാങ്ങയെല്ലാം കിട്ടുമ്പം ഒരു തവണ ഇതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കി നോക്ക്, നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ശരിക്കും നല്ലപോലെ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു സാമാന്യ വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 6-7 എണ്ണം ചേർത്താലും മതി. നമ്മൾ എന്തോരം ചമ്മന്തി നമ്മൾ അരയ്ക്കുന്നോ അതിനനുസരിച്ചുള്ള അളവിൽ വേണം ഉള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സവാളയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊന്ന് വാട്ടിയെടുക്കണം. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അധികം വാട്ടേണ്ട ആവശ്യമില്ല. സവാളയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സമയം ഒന്ന് വാട്ടണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസും ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് അതും ഈ ഉള്ളിയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് രണ്ടും കൂടി നമ്മൾക്ക് പച്ചമണം പോകുന്നവരേക്ക് ശരിക്കൊന്ന് വാട്ടി കൊടുക്കണം. അപ്പോൾ ചെറിയ ചൂടിലിട്ടിട്ട് വാട്ടാൻ നോക്കുക. അധികം കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, വല്ലാതെ മൊരിയുകയും വേണ്ട. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പം ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്ന മുളക് പൊടിയാണ്. നിങ്ങൾ മുളകാണ് ചുവന്ന മുളകാണ് അല്ല പച്ച മുളകാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ചേർത്താൽ പോരാ. ഇത് മുളക് പൊടിയായതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചൂട് മാത്രം മതി പൊടിയാവുമ്പം ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട്. മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇട്ടിട്ട് ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചുവന്ന മുളകാണെന്നുണ്ടെങ്കിലും പച്ചമുളകാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ മുളക് പൊടിയായതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിന് ശേഷം ഇത് ശരിക്കൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും മുളക് പൊടിയും കൂടി നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെയും ചേർത്തിട്ട് വേണം ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ടേസ്റ്റ് അല്ല. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചൊരു തണ്ട് കറിവേപ്പില ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തേങ്ങ തിരുമിയതാണ്. അപ്പോൾ നേരത്തെ ചെറുകി വെച്ചിരുന്നു. തേങ്ങയൊന്നും നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 കപ്പ് തേങ്ങ തിരുമിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി വേറെ ഒരു സാധനം കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു ഇത് മാങ്ങ ചമ്മന്തിയാണെന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് മാങ്ങയാണ്. സാമാന്യം നല്ല പുളിയുള്ള മാങ്ങയുടെ 2 പീസാണ് എടുത്തേക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ നല്ല പുളിയുള്ള സാമാന്യം വലുപ്പത്തിലുള്ള മാങ്ങ ആയതുകൊണ്ട് അതിൻ്റെ 2 പീസാണ് എടുത്തേക്കുന്നത്. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ മാങ്ങയുടെ കഷ്ണങ്ങൾ എടുക്കാനായിട്ട്. പുളി കുറവുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കഷ്ണങ്ങൾ എടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ക്രഷ് ചെയ്യാനായിട്ട് നമുക്ക് പൾസ് ബട്ടൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ക്രഷ് ചെയ്യുമ്പം ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് വടിച്ച് എല്ലാം കൂട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തേങ്ങയുടെ എല്ലാം എണ്ണമയത്തിലും വെള്ളമയത്തിലും എല്ലാം ഇത് ശരിക്കും നമ്മൾക്ക് അരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനും പറ്റും. അപ്പോൾ അതാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ചമ്മന്തി നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചമ്മന്തി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത് ഈ നമ്മൾ ഉള്ളിയായാലും മുളകായാലും എല്ലാം മൂപ്പിച്ചിട്ട് ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത്ര തന്നെയുള്ളൂ. അപ്പോൾ ആ ടേസ്റ്റ് വ്യത്യാസമാണ് ഞാനിപ്പോൾ പറയുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല കട്ടിക്കുള്ള ചമ്മന്തിയാണ് റെഡിയാക്കുന്നത്. ഒരുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എന്നും പറയുന്ന പോലെ വേറെ റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്